കേരളത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഉറങ്ങിക്കിടന്ന ഒരു 2.5 വയസ്സുകാരിയായി പിഞ്ചു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നത്. അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹോദരിയോട് പ്രതി പെരുമാറ്റ ദൂഷ്യം പ്രകടിപ്പിച്ചിരുന്നതായാണ് പോലീസിന്റെ നിഗമനം. തന്നെ അവഗണിച്ചതിലുള്ള അരിശത്തിൽ പ്രതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നുവെന്ന് പോലീസ് പറയുന്നു. 2.5 വയസ്സുള്ള ദേവേന്ദുവിനെ രാവിലെ 6 മണിയോടെയാണ് അമ്മ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ വീട്ടിലെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മകളെ കാണാനില്ലെന്ന പരാതിയാണ് രാവിലെ ബാലരാമപുരം പോലീസിന് വീട്ടിൽ നിന്ന് ലഭിച്ചത്. കുഞ്ഞുറങ്ങിയത് അച്ഛൻ ശ്രീജിത്തിനൊപ്പമായിരുന്നുവെന്ന് അമ്മ ശ്രീധുവിന്റെ മൊഴി. അമ്മയ്ക്കൊപ്പമാണ് കുഞ്ഞുറങ്ങിയതെന്ന് അച്ഛനും മൊഴി നൽകി. അതിനിടെ വീട്ടിലുണ്ടായിരുന്ന ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹമായി. ഇതോടെ കുഞ്ഞിന്റെ അമ്മയെയും അച്ഛനെയും അമ്മാവനെയും മുത്തശ്ശിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാഥമികമായി തന്നെ കൊലപാതകം സംശയിച്ച പോലീസ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വീട്ടിലെ കിണറ്റിൽ തെരച്ചിൽ നടത്തി. കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് വീടിന് സമീപത്തെ ഈ കിണറ്റിൽ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് പരിശോധന നടത്തി. അപ്പോഴാണ് 2.5 വയസ്സുകാരിയുടെ മൃതദേഹം ഈ കിണറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ആദ്യഘട്ടം ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന പോലീസിന്റെ സംശയം നീങ്ങി. അമ്മാവൻ ഹരികുമാർ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതായി സമ്മതിച്ചു. പക്ഷേ അമ്മ ശ്രീധുവിന്റെയും സഹോദരന്റെയും മൊഴികളിൽ അടിമുടി വൈരുദ്ധ്യങ്ങളായിരുന്നു. ഇതോടെ കുടുംബ ബന്ധത്തിലെ താളപ്പിഴകൾ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന സംശയമായി പോലീസിന്. സഹോദരന്റെയും സഹോദരിയുടെയും വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ച പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. ഹരികുമാറിന് മറ്റ് സ്ത്രീകളോടുണ്ടായിരുന്ന ബന്ധം ശ്രീധു കണ്ടുപിടിച്ചതും വീട്ടിൽ ചർച്ചയായതും പോലീസിന് ബോധ്യമായി. ഹരികുമാർ സഹോദരിയോടും പെരുമാറ്റ ദൂഷ്യം പ്രകടിപ്പിച്ചതിന്റെ തെളിവുകൾ ചാറ്റുകളിൽ ഉണ്ടായിരുന്നു. വ്യക്തിപരമായ ചില താല്പര്യങ്ങളൊക്കെ സഹോദരിയുമായിട്ടുണ്ടായിരുന്നു. സഹോദരിയുടെ അത്തരത്തിൽ ഒരു ആവശ്യം നടത്തിയതിനെ തുടർന്ന് കുട്ടിയായിരുന്നു അതിനൊരു വിലങ്ങുതടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ഹരികുമാർ തന്നെ പിന്നീട് പോലീസിന് മൊഴിയും നൽകി. തുടർന്ന് അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അമ്മ ശ്രീധുവിനെ പോലീസ് വിട്ടയച്ചെങ്കിലും കുഞ്ഞിന്റെ കൊലപാതകവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ശ്രീധുവിന്റെ മൊഴി ഹരികുമാറിന്റെ അറസ്റ്റിൽ നിർണായകമായെന്നാണ് സൂചന. ഇപ്പോൾ വിട്ടയച്ചെങ്കിലും അമ്മയുടെ പങ്കിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലാണ്. അതിനിടെ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. കൊലപ്പെടുത്തിയ ശേഷമല്ല കിണറ്റിലെറിഞ്ഞത്. ദേവേന്ദുവിന്റെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരുന്നു. ശരീരത്തിൽ മുറിവുകളുടെ പാടുകൾ ഉണ്ടായിരുന്നില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ പ്രതി ഹരികുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.